പിന്നെ ഗുരുവായൂരപ്പ ശരണം. നമ്മൾ പല ഭാവത്തിലാണ് നമ്മൾ ഭഗവാനെ സേവിക്കുന്നത് അല്ലേ. ചിലർ സുഹൃത്തിനെ പോലെ ആയിരിക്കും, ചിലർ നിഷ്പക്ഷ ഭാവേനയാണ് ഭഗവാനെ സേവിക്കുന്നത്. മറ്റ് ചിലരാണെങ്കിൽ അവർ ദാസന്മാരെ പോലെ നിന്നിട്ടാണ് സേവിക്കുന്നത്. ചിലരാണെങ്കിൽ അവരുടെ കുഞ്ഞായിട്ട് കണ്ടിട്ട് മാതാപിതാക്കളെ പോലെ നിൽക്കും. മറ്റു ചിലരാണെങ്കിൽ പ്രേമഭാജനത്തെ പോലെ ഭഗവാനെ സേവിക്കും. ഇതിൽ ഏതും നല്ലതാണ്. പക്ഷേ നമ്മൾ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണെന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല. വൃന്ദാവനത്തിൽ ഭഗവാൻ കുഞ്ഞായിരുന്നപ്പം ഭഗവാൻ ഒരു ഘട്ടത്തിൽ പറയുകയാണ്, ഗോവർദ്ധന പർവ്വതത്തെ പൂജിച്ചു തുടങ്ങുമെന്ന്. അത് എല്ലാവരും അക്ഷരം പ്രതി അനുസരിക്കുന്നുണ്ട്. കാര്യം എന്താണ്? അവർക്കറിയാം അവരുടെ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണെന്നുള്ള കാര്യം. അതുപോലെ തന്നെ കുന്തിമാതാവിൻ്റെ അനന്തരവനാണ് ഭഗവാൻ. പക്ഷേ എന്നിരുന്നാലും കുന്തിമാതാവ് ഒരു ഘട്ടത്തിലും ഭഗവാന്റെ ആ ഒരു പവർ എല്ലാ ഘട്ടത്തിലും കുന്തിമാതാവ് ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കണം നമ്മളും ഒരു ഘട്ടത്തിലും നമ്മൾ ഭഗവാനെ ഒരു സാധാരണക്കാരനായിട്ട് നമ്മൾ ഭഗവാനെ കാണാൻ പാടില്ല. അപ്പം നമ്മുടെ അച്ഛൻ ഉയർന്ന പോസ്റ്റിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. നമ്മുടെ വീട്ടിൽ കളിയും ചിരിയൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ തന്നെയും നമുക്കറിയാം നമ്മുടെ അച്ഛൻ്റെ പൊസിഷൻ എന്താണ്, പവർ എന്താണ് എന്നൊക്കെ അല്ലേ. അപ്പം അതുപോലെ തന്നെ ഇരിക്കണം. നമ്മളിപ്പോൾ സുഹൃത്തായി കണ്ട് നമ്മൾ ആ ഭാവത്തിൽ ഭഗവാനെ കാണുകയാണ് എന്ന് വിചാരിച്ചിട്ട് ഭഗവാന്റെ ആ ഒരു ലെവൽ താഴണില്ല അല്ലേ. അപ്പോൾ ഭഗവാൻ അതേ പൊസിഷനിൽ തന്നെ നിൽക്കുകയാണ്. നമ്മളപ്പോൾ അത് ഉൾക്കൊണ്ടിട്ട് വേണം നമ്മൾ സുഹൃത്തായിട്ട് കാണാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പം അതാണ് ഞാൻ പറയുന്നത്. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ.